ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്തോ? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എത്ര തന്നെ സെറ്റ് ചെയ്താലും പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇങ്ങനെ പാതി വഴിയിൽ നമ്മുടെ റെസൊല്യൂഷൻസ് ഉപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ്. എന്നാൽ കൺസിസ്റ്റൻസിയോടുകൂടി നമ്മുടെ റെസൊല്യൂഷൻസിനെ ഡിസംബർ വരെ കൊണ്ടുപോയി നമ്മൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെസൊല്യൂഷൻസ് പകുതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങാൻ വൈകുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ റെസൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു ഡിസംബർ എൻഡ് ആകുന്നതോടുകൂടി ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തിക്കൊണ്ടുവരിക. പുതിയ ഹാബിറ്റ്സ് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസംബറിൽ കുറേ ചെറുതായിട്ട് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നേരത്തെ എഴുന്നേക്കാന്നുള്ളൊരു ഹാബിറ്റ് നെക്സ്റ്റ് ഇയർ ജാനുവരി തൊട്ട് നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഡിസംബർ ലാസ്റ്റ് വീക്ക് ആവുന്നതോടുകൂടി ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ശീലിക്കുക. ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ഇതുപോലെ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. കാരണം എല്ലാവരും ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കുമല്ലോ. ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള സെലിബ്രേഷൻ മൂഡിലേക്ക് വെക്കേഷനും ഒക്കെ ആയിട്ട് നമ്മൾ തിരക്കിലായിരിക്കും. മാക്സിമം നമ്മൾ ജാനുവരി ഫസ്റ്റ് വീക്ക് ആകുന്നതോടുകൂടി നമ്മുടെ റെസൊല്യൂഷൻസ് ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നതോടുകൂടി തന്നെ എടുത്തു ചാടി നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ ആദ്യം തന്നെ വേണ്ട ഒരു കാര്യമാണ് സ്റ്റാർട്ട് ഏർലി. എത്ര നേരത്തെ നിങ്ങൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നോ അത്രയും നല്ലത്. റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. പക്ഷെ നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും പെർഫെക്ഷനിലാണ് ഫോക്കസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യരുത്. എപ്പോഴും പ്രോഗ്രസ്സിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. നമുക്കറിയാം നമ്മൾ ഇന്നലെ വരെ ഈ ഒരു പേഴ്സൺ അല്ലായിരുന്നു. പുതിയ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നു, പുതിയ ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? ഈ ഒരു റെസൊല്യൂഷനിലേക്ക് എത്താനായിട്ട്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട്. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ എപ്പോഴും നമ്മൾ എത്ര നമ്മൾ പ്രോഗ്രസ് ചെയ്തു, ഓരോ ദിവസവും 1% നമ്മളത് അച്ചീവ് ചെയ്തോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉദാഹരണത്തിന് നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു മാസം ഒരു 3 കിലോ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. അതാണ് നമ്മുടെ റെസൊല്യൂഷൻ. നമ്മൾ അതിനു വേണ്ടി ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്യും, 30 മിനിറ്റ് എക്സസൈസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചു വെച്ചു. ഒരു ദിവസം നമുക്ക് എക്സസൈസ് ചെയ്യാൻ സാധിച്ചില്ല, ചിലപ്പോൾ 2-3 ദിവസം എക്സസൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയായി, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ്, എന്തായാലും 3 ദിവസം നമ്മൾ ചെയ്തില്ലല്ലോ, ഇനി ശരിയാവും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഫോക്കസ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരണം. 5 ദിവസം ഞാൻ എക്സസൈസ് ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ആ 5 ദിവസം ഞാൻ ചെയ്തേ തീരൂ. ആദ്യം തന്നെ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇപ്പൊ നമുക്ക് 2 ദിവസം എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ ഒരാഴ്ച നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. നെക്സ്റ്റ് വീക്ക് നമുക്ക് എപ്പോഴാണോ നമുക്കത് ചെയ്യാൻ നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുമിച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീണ്ടും നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം. എത്ര പ്രോഗ്രസ് നമുക്ക് ഉണ്ടായെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതുപോലെ 3 കിലോയൊന്നും നമുക്ക് ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അത് 2.5 കിലോ ആവാം, ചിലപ്പോൾ 2 കിലോ ആവാം. എത്രയായാലും അത് നമുക്കൊരു മാറ്റത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാതെ പ്രോഗ്രസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, പെർഫെക്ഷനെ നമ്മൾ വിട്ടേക്കാം. എത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തന്നെ പറയാൻ സാധിക്കുന്ന ഒന്നല്ല. നെക്സ്റ്റ് മൊമെന്റിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നെക്സ്റ്റ് ഡേ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഒന്നും നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കില്ല. എത്രയൊക്കെ പ്ലാനിങ്ങോട് കൂടി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന് തടസ്സമാകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് റെസൊല്യൂഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് ചെറിയ ചേഞ്ചസ് നമുക്ക് വരുത്താം. ഇടയ്ക്ക് വെച്ച് അങ്ങനെ ചേഞ്ചസ് വരുത്തിയെന്ന് വെച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി നമുക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കുന്നില്ല കാര്യങ്ങളെന്ന് കരുതിയിട്ട് നമ്മൾ
നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, നമ്മുടെ റെസൊല്യൂഷൻസ് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കും. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. എന്നാൽ നമ്മൾ ഫിക്സ് ചെയ്ത സമയം വൈകുന്നേരം 5 മണിയാണ്. പുതിയൊരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 5 മണിക്ക് നമുക്ക് എന്തായാലും ഒഴിവാവാനായിട്ട് പറ്റില്ല. 5 മണിക്ക് നമ്മൾ ജോലി സ്ഥലത്തായിരിക്കും. നമ്മൾ ആഗ്രഹിച്ച പോലെ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 5 എന്നുള്ളത് 3 ദിവസത്തേക്ക് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ സമയം നമ്മൾക്ക് മാറ്റാം. അപ്പൊ എപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുക. നമ്മുടെ റെസൊല്യൂഷൻസിലേക്ക് നമ്മൾ ആദ്യം തീരുമാനിച്ച പോലെ കൃത്യമായിട്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കാതെ അഡ്ജസ്റ്റ്മെന്റ്സ് വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇതുവരെ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാത്ത ആളുകളാണെങ്കിൽ പോലും ന്യൂ ഇയർ ആകുമ്പോൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. എന്നാൽ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ആർക്കെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആർക്കും തന്നെ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്യാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കൂ. ഡിസംബർ മാസമാകുമ്പോൾ നമുക്കിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കും. നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പുവരുത്തുക. ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് മുന്നോട്ട് പോവുക. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അച്ചീവ് ചെയ്ത് കൊണ്ടുപോവുക. ചെറിയ ചെറിയ മൈക്രോ ഹാബിറ്റ്സ് ജീവിതത്തിൽ കൊണ്ടുവരിക. അങ്ങനെ അതിനൊരു വലിയ ഹാബിറ്റാക്കി മാറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന റെസൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഒത്തിരി പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ അടുത്ത കൊല്ലം എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്ത് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ജേർണൽ കീപ്പ് ചെയ്യുക. അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യം എഴുതി വെക്കുക. അതിലുണ്ടാവുന്ന പ്രോഗ്രസ്സുകൾ കൃത്യമായിട്ട് അതിൽ നോട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഞാനിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ എപ്പോഴും റെസൊല്യൂഷനിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് വെയിറ്റ് ലോസ് ആയതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ തുടങ്ങുന്ന ദിവസം നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷം തുടങ്ങുന്ന ദിവസം നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്ത് അത് എഴുതി വെക്കുക. നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ വർക്കൗട്ട് ആണെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതെല്ലാം നമ്മൾ ഇതിൽ നോട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഓരോ മാസം അവസാനമാവുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു മാസത്തെ റിസൾട്ട് ഇതിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാതിരുന്ന ദിവസം, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്ന ദിവസം ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്ന് ഏതൊരു സിറ്റുവേഷൻ കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ദിവസത്തിൽ നമുക്കുണ്ടായ ആ ഒരു പ്രശ്നം നമുക്ക് മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ, തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ നെക്സ്റ്റ് ടൈം ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് വരുത്താതിരിക്കാനായിട്ട് ഇങ്ങനൊരു ജേർണൽ കീപ്പ് ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. തുടക്കത്തിൽ ഉണ്ടായിരുന്ന അതേ മോട്ടിവേഷനോട് കൂടി അവസാനം വരെ റെസൊല്യൂഷൻ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ഒരു റെസൊല്യൂഷൻ ജേർണൽ കീപ്പ് ചെയ്യുക. അതിൽ നമ്മൾ നോട്ട് ചെയ്തു പോവുക. നമ്മുടെ പ്രോഗ്രസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും എഴുതി വെച്ചിട്ട് തുടങ്ങുക. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എവിടെയെങ്കിലും നമ്മൾ എഴുതി വെക്കാം. അടുത്ത് നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുത്തേണ്ട ഒരു മാറ്റമാണ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ഒരിക്കലും അത് നടത്തിയെടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഈ ഒരു കൊല്ലം നിങ്ങൾ ഒരു 12 ബുക്സ് വായിക്കണം എന്നൊരു തീരുമാനത്തിലെത്തി. ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ഇരുന്നിട്ട് നമുക്ക് 12 ബുക്ക് ഒരുമിച്ച് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആലോചിക്കുക, ചെറിയ ചെറിയ ഹാബിറ്റ്സ് ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അവസാനം നമ്മൾ ആഗ്രഹിച്ച ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഓരോ മാസവും ഓരോ ബുക്ക് വെച്ച് നമ്മൾ വായിക്കണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച എത്ര പേജ് വെച്ച് വായിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഒരാഴ്ച നമുക്ക് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ആഴ്ചയിലേയും കൂടി ചേർത്ത് അടുത്ത ആഴ്ച വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ പടികളായി മാത്രമേ നമുക്ക് ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, റെസൊല്യൂഷൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഹാബിറ്റ്സ് ഈ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഉദാഹരണത്തിന് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു കൊല്ലത്തേക്ക് റെസൊല്യൂഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമെന്നുണ്ടെങ്കിൽ
നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ എന്തായാലും നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് നമ്മുടെ ഈവനിങ് റൂട്ടീനിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഇതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആദ്യം ഡെവലപ്പ് ചെയ്യുക, അതിനെ റൂട്ടീന്റെ ഭാഗമാക്കി മാറ്റുക. റൂട്ടീനെ നമ്മൾ സെൽഫ് ഡിസിപ്ലിനിലൂടെ എല്ലാ ദിവസവും തുടർന്നു കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. എല്ലാ കൊല്ലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു കൊല്ലം നിങ്ങൾ ആഗ്രഹിച്ച റെസൊല്യൂഷൻസ് അവസാനം വരെ കൊണ്ടെത്തിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഈ കൊല്ലമെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചല്ലോ എന്നുള്ളത് ഡിസംബറിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും. ഇതുപോലെ തന്നെ അടുത്ത കൊല്ലവും നമുക്ക് പുതിയ റെസൊല്യൂഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഒരുപാട് സഹായിക്കും. വലിയ മാറ്റങ്ങൾക്കായിട്ട് ജനുവരിയിൽ തുടങ്ങി വെച്ച നമ്മുടെ റെസൊല്യൂഷൻസ് ഡിസംബർ വരെ കൊണ്ടെത്തിക്കാനായിട്ട്, നമ്മൾ ആഗ്രഹിച്ച സക്സസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് നമ്മുടെ റെസൊല്യൂഷൻസിനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്യാവുന്ന ചെറിയ ചില ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട്പാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.